അപൂർണമായ ബ്ലൈൻഡ് ഹോളിൽ ടാപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നത് ബ്ലൈൻഡ് ഹോളിൽ ഇന്റേണൽ ത്രെഡുകൾ കട്ട് ചെയ്യുക. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും: ഒരു ടാപ്പിംഗ് ടൂൾ സെറ്റ്, ഒരു ഹാൻഡ് ടാപ്പ് സെറ്റ്, ഒരു ഫയലിംഗ് ടൂൾ, ഒരു ബെഞ്ച് വൈസ്, ഒരു ട്രൈ സ്ക്വയർ. ആവശ്യമുള്ള വസ്തുക്കൾ: കട്ടിംഗ് ഫ്ലൂയിഡ് ആവശ്യാനുസരണം. ഇപ്പോൾ നമുക്ക് ആന്തരിക ത്രെഡുകൾ രൂപപ്പെടുത്തുന്നതിലുള്ള പരിശീലനം ആരംഭിക്കാം. ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ താഴെ പറയുന്ന രീതിയിൽ ജോലി തയ്യാറാക്കേണ്ടതുണ്ട്. ഫയൽ ചെയ്ത സർഫേസുകൾ 0.5 മില്ലിമീറ്റർ കൂടാതെയോ കുറയാതെയോ ഫിനിഷ് ചെയ്യേണ്ടതാണ്. ആംഗുലർ സർഫേസുകൾ ഫയൽ ചെയ്യുക. എഡ്ജസ് ഫയൽ ചെയ്ത ചാംഫർ ആക്കുക. കോൺകേവ് സർഫേസുകൾ ഫയൽ ചെയ്യുക. കോൺവെക്സ് സർഫേസുകൾ ഫയൽ ചെയ്യുക. ഹോളുകൾ ഡ്രിൽ ചെയ്യുക. ഹാൻഡ് ടാപ്പുകൾ ഉപയോഗിച്ച് ഹോളുകളുടെ ഇൻറ്റേർണൽ ത്രെഡിംഗ്. ഒരു ഇൻറ്റേർണൽ ത്രെഡിംഗ് സൃഷ്ടിക്കുന്നതിനുള്ള പ്രാരംഭഘട്ടത്തിൽ ഉചിതമായ ടാപ്പ് ഡ്രിൽ വലിപ്പം നിർണ്ണയിക്കുന്നത് ഉൾപ്പെടുന്നു. ഒരു ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വലിപ്പം കണക്കാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന നിർദ്ദിഷ്ട ത്രെഡിനായി ടാപ്പ് ഡ്രിൽ വലിപ്പങ്ങളുടെ ഒരു പട്ടിക പരാമർശിക്കാം. ടാപ്പ് ഡ്രിൽ വലിപ്പം നിർണ്ണയിച്ചതിന് ശേഷം നിർദ്ദിഷ്ട ടാപ്പ് ഡ്രിൽ സൈസിലേക്ക് ഡ്രിൽ ചെയ്യാൻ ആരംഭിക്കുക. ഹോളിൽ ത്രെഡ് ചെയ്യുന്നതിന് മുൻപ് ഡ്രിൽ ചെയ്ത ഹോളിൽ ചാംഫർ ചെയ്യുക. ഇത് ടാപ്പിൻ്റെ ശരിയായ അലൈൻമെൻറ്റിന് സഹായിക്കുന്നു. വർക്ക് പീസ് ദൃഢമായി സുരക്ഷിതമാക്കുകയും അത് തിരശ്ചീനമായി സ്ഥാപിക്കുകയും ചെയ്യുക. വർക്ക് പീസിൻ്റെ മുകളിലെ ഉപരിതലം വൈസ് ജോകളുടെ തലത്തിൽ നിന്ന് അല്പം ഉയർന്നതാണെന്ന് ഉറപ്പാക്കുക. ദ്വാരത്തിൻ്റെ ആക്സിസുമായി ടാപ്പ് കൃത്യമായി അലൈൻമെൻ്റ് ആക്കാൻ ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിക്കുക. ടാപ്പ് ആയ ആദ്യത്തെ ടാപ്പ് റെഞ്ചിലേക്ക് അറ്റാച്ച് ചെയ്യുക. ലംബമായ ഓറിയൻറ്റേഷനിൽ ചാംഫേർഡ് ഹോളിൽ ടാപ്പ് സ്ഥാപിക്കുക. റെഞ്ച് ഹൊറിസോണ്ടൽ തലത്തിലാണെന്ന് ഉറപ്പാക്കുക. ത്രെഡിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് ടാപ്പ് റെഞ്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സാവധാനം തിരിക്കുമ്പോൾ സ്ഥിരമായി താഴോട്ട് മർദ്ദം പ്രയോഗിക്കുക. ഇത് മികച്ച നിയന്ത്രണത്തിനും കൃത്യതയ്ക്കും വേണ്ടിയാകുന്നു. ടാപ്പ് റെഞ്ച് സെൻറ്ററിനോട് ചേർത്ത് വയ്ക്കുക. ടാപ്പിംഗ് പ്രക്രിയ ആരംഭിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ടാപ്പിൻ്റെ അലൈൻമെൻറ്റ് തടസ്സപ്പെടുത്താതെ ടാപ്പ് റെഞ്ച് ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുക. അലൈൻമെൻറ്റ് സ്ഥിരീകരിക്കുന്നതിന് വർക്ക് പീസിൽ 90 ഡിഗ്രി കോണിൽ ഒരു ട്രൈ സ്ക്വയർ സ്ഥാപിച്ച് നിങ്ങൾക്ക് അലൈൻമെൻറ്റ് പരിശോധിക്കാം. എന്തെങ്കിലും തെറ്റായ ക്രമീകരണം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ സ്ഥാനം ശരിയാക്കാൻ ടാപ്പിൻ്റെ ചെരിവിൻ്റെ എതിർവശത്ത് അല്പം കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ക്രമീകരണങ്ങൾ നടത്തുക. 90 ഡിഗ്രി ആംഗിളിൽ ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ടാപ്പിൻ്റെ അലൈൻമെൻറ്റ് സ്ഥിരീകരിച്ച ശേഷം ടാപ്പിൻ്റെ സ്ഥാനത്തെ തടസ്സപ്പെടുത്താതെ ടാപ്പ് റെഞ്ച് വീണ്ടും അറ്റാച്ച് ചെയ്യുക. 2 തവണ റെഞ്ച് തിരിക്കുക. അലൈൻമെൻറ്റ് വീണ്ടും പരിശോധിക്കുക. ത്രെഡിംഗ് പ്രക്രിയ കൃത്യമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുക. ടാപ്പിനുള്ള അലൈൻമെൻറ്റ് തിരുത്തലുകൾ പ്രാരംഭ കുറച്ച് തിരിവുകൾക്കുള്ളിൽ നടത്തണം. ടാപ്പ് ലംബമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ താഴേക്ക് സമ്മർദ്ദം ചെലുത്താതെ റെഞ്ച് ഹാൻഡിലുകളുടെ അറ്റത്ത് പിടിച്ച് പതുക്കെ റെഞ്ച് തിരിക്കുക. റെഞ്ചിൻ്റെ 2 അറ്റത്തും സന്തുലിത സമ്മർദ്ദം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. അസന്തുലിതമായ മർദ്ദം റെഞ്ചിൻ്റെ ഒരു വശത്ത് കൂടുതൽ ബലം പ്രയോഗിക്കുന്നു. ടാപ്പ് ബ്രിറ്റ് ബ്രേക്കിങ്ങിലേക്ക് നയിച്ചേക്കാം. ടാപ്പ് കൂടുതൽ തിരിച്ച് ത്രെഡ് കട്ടിംഗ് തുടരുക. ആനുകാലികമായി ടാപ്പ് റെഞ്ച് ഏകദേശം 4:1 ബാക്കിലോട്ട് തിരിക്കുക. അപ്പോൾ ചിപ്പ് ബ്രേക്കാകും. നിങ്ങൾക്ക് പ്രതിരോധം നേരിടുകയും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ചിപ്പുകൾ മാറ്റാനും ത്രെഡിംഗ് തുടരാനും സഹായിക്കുന്നതിന് ടാപ്പ് തൽക്കാലമായി നിർത്തി റിവേഴ്സ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുക. ടാപ്പ് ബിറ്റും ജോലിയും വളരെ വരണ്ടതാകാതിരിക്കാൻ ഇത് സഹായിക്കും. ടാപ്പ് ദ്വാരത്തിനുള്ളിൽ ആകുന്നതുവരെ ത്രെഡ് കട്ട് ചെയ്യുന്നത് തുടരുക. തുടർന്ന് ത്രെഡിംഗ് പൂർത്തിയാക്കാനും വൃത്തിയാക്കുന്നതിനും ഇൻ്റർമീഡിയറ്റ് പ്ലഗ് ടാപ്പുകൾ ഉപയോഗിക്കുന്നു. ടാപ്പ് പൂർണ്ണമായും ദ്വാരത്തിനുള്ളിൽ ആയിക്കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് പ്ലഗ് ടാപ്പുകൾ അധിക ത്രെഡുകളൊന്നും കട്ട് ചെയ്യില്ല എന്ന് അറിയേണ്ടതാണ്. ഒരു ബ്രഷ് ഉപയോഗിച്ച് വർക്ക് പീസിൽ നിന്ന് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക. പൊരുത്തപ്പെടുന്ന സ്ക്രൂ ഉപയോഗിച്ച് പരിശോധിച്ച് ത്രെഡ് ചെയ്ത ദ്വാരത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ച് ടാപ്പ് വൃത്തിയാക്കി അതിനെ നിയുക്ത സ്റ്റാൻഡിലേക്കോ സ്റ്റോറേജ് സ്ഥലത്തേക്കോ തിരികെ നൽകുക. ഹാൻഡ് ടാപ്പ് ഉപയോഗിച്ച് ബൈൻഡ് ഹോളിൽ ഇൻറ്റേർണൽ ത്രെഡ് ചെയ്തു തുടങ്ങാം. ആരംഭിക്കുന്നതിന് ഡ്രിൽ വലിപ്പങ്ങൾ ടാപ്പ് ചെയ്യുന്നതിനുള്ള പട്ടിക പരാമർശിച്ചുകൊണ്ട് ഉചിതമായ ടാപ്പിംഗ് ഡ്രിൽ വലിപ്പം കണ്ടെത്തുക. തുടർന്ന് ടാപ്പ് ചെയ്യുന്ന ഹോൾ ത്രെഡിൻ്റെ ഡെപ്തിനേക്കാൾ അല്പം കൂടുതലായിരിക്കണം. ഇതിന് ഒരു ഡെപ്ത് സ്റ്റോപ്പ് ക്രമീകരണം ഉപയോഗിക്കുക. ടാപ്പിംഗ് ദ്വാരത്തിൻ്റെ ആഴം ആവശ്യമായ ത്രെഡ് ആഴത്തേക്കാൾ അല്പം ആഴമുള്ളതായിരിക്കണം. ഡ്രെയിലിംഗ് പ്രക്രിയയിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും ചിപ്പുകൾ നിങ്ങൾക്ക് നീക്കം ചെയ്യാനുണ്ടോ എന്ന് ഉറപ്പാക്കുക.
ചിപ്പ് ഊതിക്കളയാതിരിക്കേണ്ടതും പ്രധാനമാണ്, കാരണം ഇത് നിങ്ങളുടെ കണ്ണുകൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഡെപ്ത് സ്റ്റോപ്പായി സേവിക്കുന്ന ആദ്യത്തെ ടാപ്പിലേക്ക് പൊരുത്തപ്പെടുന്ന നട്ട് സുരക്ഷിതമാക്കുക. നട്ട് വർക്ക് പീസിൻ്റെ ഉപരിതലവുമായി സമ്പർക്കം പുലർത്തുന്നതുവരെ ബ്ലൈൻഡ് ഹോൾ ത്രെഡ് ചെയ്യുക. ടാപ്പിംഗ് പ്രക്രിയയിൽ ദ്വാരത്തിൽ നിന്ന് ചിപ്പുകൾ നീക്കാൻ കൂർത്തതും ബെൻഡുള്ളതുമായ വയർ പതിവായി ഉപയോഗിക്കുക. ഒരു ഇൻ്റർമീഡിയറ്റ് ടാപ്പും ബോട്ടമിംഗ് ടാപ്പും ഉപയോഗിച്ച് ത്രെഡിംഗ് പ്രക്രിയ പൂർത്തിയാക്കുക. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ത്രെഡിൻ്റെ ആഴം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മാർഗമായി നട്ട് ഉപയോഗിക്കുക. ഒരു ടാപ്പിങ്ങിൽ പരിശീലനം നടത്താൻ ഈ സെഷൻ സമ്മറൈസ് ചെയ്യാം. ടാപ്പിങ്ങിൽ ടാപ്പ് ഡ്രില്ലിൻ്റെ വലിപ്പം തിരഞ്ഞെടുക്കൽ, ഉചിതമായ വലിപ്പത്തിലേക്ക് ഹോൾ ഡ്രിൽ ചെയ്യുക, ചാംഫറിംഗ് ഹോൾ, ടാപ്പ് അലൈൻമെൻറ്റ് ചെയ്യുക, ടാപ്പ് ക്ലോക്ക് ഫേസിൽ തിരിക്കുമ്പോൾ താഴേക്ക് പ്രഷർ ചെലുത്തുക, കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുക, ഇൻ്റർമീഡിയറ്റ് പ്ലഗ് ടാപ്പുകൾ എന്നിവ ഉപയോഗിച്ച് ത്രെഡ് പൂർത്തിയാക്കുക.